ഞാൻ ഡോക്ടർ അർഷദ്. ഞാൻ മലപ്പുറം സ്വദേശിയാണ്. ഞാൻ തജിക്കിസ്ഥാനിലെ അൻസല്ല തജിക്കിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലാണ് MBBS പഠനം പൂർത്തിയാക്കിയത്. 2018-23 ബാച്ചായിരുന്നു. പഠനം കഴിഞ്ഞ് നാട്ടിൽ വന്ന് FMG ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്തു. അതിനുശേഷം ഇവിടെ നാട്ടിലേക്ക് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയർ ആണ് നമുക്ക് കാരാബറിലാണ് നമുക്ക് കാര്യങ്ങളെല്ലാം പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ തിയറിക്ക് അപ്പുറം നമുക്ക് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഇയർ തൊട്ടാണ് നമ്മൾ ക്ലിനിക്കൽ എക്സ്പോഷേഴ്സ് ആണെങ്കിൽ നമുക്ക് പേഷ്യൻസുമായിട്ട് ഡയറക്റ്റ് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് എല്ലാ കേസുകളും നമുക്ക് ഇന്ററാക്ട് ചെയ്ത് പഠിക്കുന്നുണ്ട് തന്നെ നമുക്ക് കൂടുതൽ മനസ്സിലാകും. തിയറിക്ക് അപ്പുറം നമുക്ക് പ്രാക്ടിക്കൽ നോളജ് കുറച്ചുകൂടെ നമുക്ക് അധികം കിട്ടുന്നുണ്ട്. നമ്മുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രൊഫസേഴ്സിനെ കുറിച്ച് പറയാൻ വേൾഡിൽ തന്നെ ടോപ്പായിട്ട് നിൽക്കുന്ന പല പ്രൊഫസേഴ്സാണ് നമുക്ക് ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ എക്സ്പീരിയൻസുകൾ നമുക്ക് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റിയിലാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പീഡിയാട്രിക് ഹോസ്പിറ്റൽ വരുന്നത്. പല രാജ്യങ്ങളിൽ നിന്നും ട്രീറ്റ്മെന്റായിട്ട് ആൾക്കാർ വരുന്നത് നമ്മുടെ അതേ ആ പീഡിയാട്രിക് ഹോസ്പിറ്റലിലേക്കാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ FMG എക്സാം എന്ന് പറയുന്നത് അവിടെ വെച്ച് നമുക്ക് ഫസ്റ്റ് ഇയർ മുതൽ തന്നെ നമ്മൾ ട്രെയിനിങ് തരുന്നത് കൊണ്ട് നമുക്ക് നാട്ടിൽ നിന്ന് അത്ര വലിയ പ്രോബ്ലം ആയിട്ട് തോന്നുന്നില്ല. നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ എല്ലാ സ്റ്റുഡൻസും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അത് പാസ്സാവുന്നുണ്ട് എക്സാം. നമ്മുടെ ഹോസ്റ്റലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അതേ ഫുഡ് നമുക്ക് കേരള ഫുഡ് തന്നെയാണ് മെസ്സ് തന്നെയാണ് നമുക്ക് അവിടെ വരുന്നത്. പിന്നെ അക്കോമഡേഷൻ ഫെസിലിറ്റീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലാറ്റ് മോഡൽ ഹോസ്റ്റലാണ് നമുക്ക് വരുന്നത്. സിംഗിൾ റൂം, ഡബിൾ റൂം, ട്രിപ്പിൾ റൂം ആയിട്ട്. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് മാറിയിരിക്കേണ്ട ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നമുക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ അടുത്ത സ്റ്റാഫുകളാണെങ്കിൽ ഫുള്ള് നമ്മുടെ മലയാളി സ്റ്റാഫ് തന്നെയാണ് വരുന്നത്. കുക്കാണെങ്കിലും വാർഡൻസ് ആണെങ്കിലും ഒക്കെ മലയാളി സ്റ്റാഫ് തന്നെയാണ്. എന്റെ ജേർണിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നത് മുതൽ ഈ FMG പാസ് ചെയ്ത് നാട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നത് എന്റെ കൂടെ ഹാർമസ്റ്റ് അബ്രോഡാണ്. പ്രത്യേകിച്ച് അവരുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള അവിനാഷ് സാറ് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും എന്ത് പ്രശ്നങ്ങൾക്കും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അബ്രോഡ് MBBS എൻക്വയറി ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ്, ഏറ്റവും നല്ല ഓപ്ഷനാണ് അവിസെന്ന തജിക്കിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് വേറൊന്നുകൊണ്ടല്ല, നമുക്ക് അവിടെ കിട്ടുന്ന ക്ലാസ്സുകളാണെങ്കിലും ക്ലിനിക്കൽ എക്സ്പോഷർ ആണെങ്കിലും നമുക്ക് അതിന് നാട്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്നുണ്ട്. പല യൂണിവേഴ്സിറ്റികളിലും തിയറി മാത്രമാണ് പഠിപ്പിച്ചിട്ട് അല്ലെങ്കിൽ കമ്പനികളിലായിരിക്കും പഠിപ്പിക്കുന്നത്. പക്ഷെ നമുക്ക് നേരിട്ട് കേസുകൾ കാണുന്നതുകൊണ്ട് തന്നെ നാട്ടിൽ വരുമ്പോൾ നമുക്ക് കേസുകൾ കാണുമ്പോൾ നമുക്ക് ഒരു സ്ട്രേഞ്ച് ഫീലിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം അവിടെ നമുക്ക് കണ്ട കേസുകളായതുകൊണ്ട് തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ MBBS അബ്രോഡ് അന്വേഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ യൂണിവേഴ്സിറ്റി മെഡിക്കൽ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാവുന്നതാണ്. അതിനോട് എല്ലാവരുടെ ഹെൽപ്പും കാര്യങ്ങളും ഹാർവസ്റ്റ് അബ്രോഡ് ചെയ്തു തരും. വൺസ് അഗൈൻ ഹാർവസ്റ്റ് അബ്രോഡ് ഇത് എല്ലാവരുടെ താങ്ക്സ്. പ്രത്യേകിച്ച് മാനേജിംഗ് ഡയറക്ടർ അവിനാശിന്റെ എല്ലാവരുടെ താങ്ക്സും എനിക്ക് നല്ലൊരു ഡോക്ടറാക്കി തന്നത്.